ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കേരളത്തിലെ വിശ്വാസ ഗോളത്തോട്, വിശ്വാസ മക്കളോട്, ദൈവമക്കളോടൊരു കാര്യം പറയട്ടെ. നമ്മൾ അടുക്കുന്നത് കപട ശുശ്രൂഷകനോടാണെങ്കിൽ അടുക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ അകലുമ്പോൾ, അകലേണ്ടി വന്നാൽ അത് നമുക്ക് വലിയ ഉപദ്രവം ഉണ്ടാക്കും എന്നതാണ് ഞാൻ ഇന്ന് പറയുന്ന വിഷയത്തിൻ്റെ മർമ്മം. അടുക്കുമ്പോൾ കുഴപ്പമില്ല, ചെല്ലുമ്പോഴും ലോഹ്യമായിട്ട് നിൽക്കുന്നിടത്തോളം സമയം കുഴപ്പമില്ല. എതിർത്ത് കഴിഞ്ഞാൽ, പിണക്കം തോന്നിയാൽ അവൻ യോഗ്യമായ പണി, പാരപ്പണി, ആത്മീകമായ പണികൾ കിട്ടുമെന്നുള്ളതിന് ഒരു മാറ്റവും വേണ്ട. ഒരു വാക്യം വായിക്കാം. യാക്കോബ് 3:8. നാവിനെയോ മനുഷ്യർക്കാർക്കും മെരുക്കാവതല്ല, അത് അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. നാവിനെ മെരുക്കാൻ ആർക്കും സാധ്യമല്ല, അത് അടങ്ങാത്ത ദോഷവും മാരകമായ വിഷവും നിറഞ്ഞതാണ്. അതിൻ്റെ അടുത്ത വാക്യം പറയുന്നത്, നാവിനാൽ നമ്മുടെ കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു, അതേ നാവ് കൊണ്ട് തന്നെ ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ശപിക്കുകയും ചെയ്യുന്നു. ഇത് വെളിയിൽ ജാതിക്ക് എഴുതിയതൊന്നുമല്ല യാക്കോവിൻ്റെ ലേഖനം. ഇത് സഭയ്ക്കകത്തോട്ട് തന്നെ എഴുതിയതാണ്. ഈ യാക്കോബ് ആദ്യമായി യെറൂശലേം സഭയുടെ പാസ്റ്ററായിരുന്നു. അയാൾ എഴുതുകയാണ്, അതേ നാവ് കൊണ്ട് തന്നെ ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ശപിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു, ഇങ്ങനെ ഒരേ ഉറവിൽ നിന്ന് ശുദ്ധജലവും ഉപ്പുവെള്ളവും പുറപ്പെടുമോ? ഒരേ വായിൽ നിന്ന് സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. എൻ്റെ സഹോദരരെ, ഇത് ഉചിതമല്ല. ഒരേ വായിൽ നിന്ന് സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഈ പറയുന്ന ഈ സ്തോത്രം പറയുന്നവരുടെയൊക്കെ വായിൽ നിന്ന് ചില നിർണായക ഘട്ടങ്ങളിൽ വരുന്ന വാക്കുകൾ, ശാപങ്ങളുടെ വാക്കുകൾ കേട്ടെ. സ്തോത്രത്തിനൊന്നൊരു പഞ്ഞമൊന്നുമില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹമൊക്കെ പറയും, പക്ഷേ അവരുടെ ശരീരത്തൊന്ന് തൊടട്ടെ എന്ന് പറഞ്ഞാൽ ശരീരത്തെ അക്ഷരികമായി തൊടുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഈ സ്തോത്രമൊക്കെ പറഞ്ഞാലും ഈ വ്യക്തികൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ വിഷമം വന്നാൽ അവരുടെ ഉള്ളിൽ നിന്ന് കളി പുറത്തു വരും. നമ്മൾ ഈ ഒരു നിശ്ചിത അകലത്തിൽ നിന്ന് സ്തോത്രം പറയുന്ന പോലെ ഒന്നുമല്ല. അടുത്തോട്ട് വന്ന് ശരീരത്തെ എന്തെങ്കിലും പൊട്ടിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ക്ഷതം സംഭവിക്കുന്ന ഒരു സാഹചര്യത്തിലോട്ട് വന്നാൽ കളിയെല്ലാം മാറും. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, ഒന്നുകൂടെ പറയുകയാണ്, അങ്ങേര് കെട്ടിയത് ഞാൻ അഴിക്കുകയല്ലെന്ന്. അതിനർത്ഥം എന്നാ? ആ പാസ്റ്റർ കെട്ടിയത് ഞാൻ അഴിക്കുകയല്ലെന്ന് പറഞ്ഞെങ്കിൽ ആ പാസ്റ്റർക്ക് കെട്ടാനും അഴിക്കാനും അറിയാം, എനിക്കും കെട്ടാനും അഴിക്കാനും അറിയാം. ബൈബിളിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അങ്ങനെ കാണുന്നില്ലെങ്കിലും ഈ ഭാഗം നമുക്കറിയാം. ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, ദൈവം ഒരു കാലത്ത് ഈ സ്തോത്രപ്പാപികളെ ഒരു ഘട്ടങ്ങ് കെട്ടും, സ്തോത്ര വ്യാപാരികളെ ഒരു ഘട്ടങ്ങ് കെട്ടും. ഇത് കുടുങ്ങാതിരിക്കട്ടെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഒരാത്മാവിന് മുഴു ലോകത്തിൻ്റെയും വിലയുണ്ടല്ലോ. അതുകൊണ്ട് ഈ മനുഷ്യപക്ഷക്കാരൊക്കെ മാനസാന്തരപ്പെട്ട് ദൈവത്തിലോട്ട് തിരിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ രക്തവും അവൻ്റെ വചനവും അവൻ്റെ പരിശുദ്ധാത്മാവും ഒക്കെ സഭയുടെ പണിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അല്ലാതെ വിറ്റ് പുട്ടടിക്കാനോ ഇതുകൊണ്ട് സമ്പത്തുണ്ടാക്കാനോ സംവിധാനം ഉണ്ടാക്കാനോ സാഹചര്യം ഉണ്ടാക്കാനോ ഒന്നുമല്ല. ഇത് യോഗ്യമായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഇത് വലിയ വലിയ പ്രശ്നങ്ങളിൽ ചെന്ന് കലാശിക്കുകയും ചെയ്യും. ഇന്നല്ലെങ്കിൽ നാളെ. അവൻ്റെ നാമത്തിൽ ആരെയും ശപിക്കാനൊന്നും അനുവാദമില്ല. എതിർ പ്രാർത്ഥന പ്രാർത്ഥിക്കാനുള്ള അനുവാദവുമില്ല. ഒരേ കിണറ്റിൽ നിന്ന് ഉപ്പുവെള്ളവും നല്ല വെള്ളവും പുറപ്പെടാത്തതുപോലെ ശുശ്രൂഷകനാണെങ്കിലും ഉപ്പുവെള്ളം പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിൽ വചനമൊക്കെ പറഞ്ഞാലും ആരാധന മുടക്കുന്നില്ലെങ്കിലും അയാൾ ആധുനിക പരീശനാണ്. അയാളിൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവല്ല, വെളിച്ച ദൂതൻ്റെ വേഷമാണ്. അത് സാത്താനാണ്. പക്ഷേ ഇതാണ് ഇന്നത്തെ ഒരു നല്ലൊരു ശതമാനം സഭയുടെയും അവസ്ഥ. അതായത് ഇതെന്നും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്. അല്ലേ പിന്നെ നമ്മൾ വന്ന ആദ്യം തൊട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ ആർക്കും ഒരു ഗുണവും ഇല്ല, ദൂഷ്യവും ഇല്ലാതെ ഏതെങ്കിലും പുറകിലത്തെ ആദ്യം വന്ന മാതൃസഭ എന്ന് പറയും, മാതൃസഭ.
ഈ മാതൃസഭയുടെ ഇടയ്ക്കത്തെ അല്ലെ പുറകിലത്തെ ഒരു കസേരയിൽ സ്ഥിരമായിട്ട് ആർക്കും ശല്യവും ഇല്ല, ഗുണവും ഇല്ല, ദൂഷ്യവും ഇല്ലാതെ ഇരിക്കുന്നവനാണ് ഈ പ്രശ്നം വരികയില്ല. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. കർത്താവ് പറഞ്ഞു, ചൂടോ തണുപ്പോ ഇല്ലാതെ മന്ദോഷ്ണനാകെ കൊണ്ട് നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. കർത്താവ് തുപ്പിക്കളയും സഭയിലിരിക്കുന്നെങ്കിലും. ആ പ്രശ്നം വലിയ പ്രശ്നമല്ലെന്നുണ്ടെങ്കിൽ വലിയ ശല്യമില്ലാതെ മാതൃസഭയിൽ ഇരുന്നു കൊള്ളുക. ഇനി മാതൃസഭയിൽ അവിടെ യോഗ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ മിണ്ടാതിരിക്കുകയല്ല, ആത്മാവ് പ്രേരിപ്പിക്കുന്നെങ്കിൽ അതിനകത്ത് തലയിട്ടാൽ പണിയുണ്ടാകും. ആത്മാവ് വേണ്ട, ബുദ്ധി പ്രേരിപ്പിച്ചോട്ടെ. ചില കാര്യങ്ങൾ ബുദ്ധി കണ്ടാലും മനസ്സിലാവുമല്ലോ. അങ്ങനെ വന്നാൽ പണി കിട്ടും. ഒരു വാക്യം വായിക്കാം. ഹെബ്രായ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്നും രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷകളും യാതനകളും കഴിച്ചു, ദൈവഭയം നിമിത്തം അതിന് ഉത്തരം ലഭിക്കുകയും ചെയ്തു. അതായത് ഈ അന്ത്യകാലത്ത് സകല സഭകളും തലതിരിഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മിക്ക സഭയ്ക്കകത്തും ഒരു റോളില്ലാത്ത ഈ സമയത്ത് രക്ഷിക്കപ്പെട്ടവർ, ഞാൻ പ്രത്യേകിച്ച് ഇപ്പോൾ ഇങ്ങനെ കാണുകയാണ്, ഇപ്പോൾ കേരളത്തിൽ ഒരു സുവിശേഷീകരണത്തിൻ്റെ ഒരു കാലഘട്ടമേ അല്ല. ഒരു സഭകളിലും പുതുതായിട്ട് ഒരു മനുഷ്യൻ പുതുതായിട്ട് രക്ഷിക്കപ്പെട്ട് വരുന്നില്ല. പരമ്പരാഗത സഭകളിലൊക്കെ ജനിച്ചു കൂടിയതിനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വാശി പിടിച്ച് മുക്കിയെടുക്കുന്നതെന്നല്ലാതെ വേറെ ഒരു പരിപാടി ഒരിടത്തും നടക്കുന്നില്ല. കാരണം സാക്ഷ്യങ്ങൾ സഭയുടെ നഷ്ടപ്പെട്ടു. സഭകൾ അപഹാസ്യമായി. സിനിമ പാട്ട് പോലെയുള്ള അന്യഭാഷ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും അതെല്ലാം കൂടെ കോമഡിക്കാരെടുത്ത് അടിച്ചിട്ടിട്ടിട്ട് ഓരോരുത്തരുടെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ നാണക്കേടായി മാറി. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആളുകൾക്ക് ഇതിനകത്തേക്ക് ഇറങ്ങാൻ അറപ്പുള്ളൊരവസ്ഥയായി. ദൈവത്തിൻ്റെ പ്രവർത്തികളില്ലെന്നായി. ഇപ്പോൾ ജലദോഷമുള്ള തങ്കമ്മയെ ദൈവം സൗഖ്യപ്പെടുത്തുന്നു, തങ്കമ്മ എഴുന്നേറ്റ് കൈവക്കാൻ പറഞ്ഞിട്ട് കൈവക്കിയില്ല. അപ്പോൾ നാണക്കേടായിരിക്കാൻ പറഞ്ഞു. വീട്ടിൽ തങ്കമ്മമാരുള്ളവരുണ്ടെ കൈവക്കാൻ പറഞ്ഞു. വീട്ടിലും തങ്കമ്മമാരില്ല, ആരും കൈവക്കിയില്ല. നിങ്ങളുടെ ജോലിക്കാരോ നിങ്ങൾക്ക് അറിയാവുന്നവർ ആരെങ്കിലും തങ്കമ്മമാരുണ്ടെ കൈവക്കാൻ പറഞ്ഞു. എന്നിട്ടും ഒരു മനുഷ്യൻ കൈവക്കിയില്ല. അവസാനം ഈ പറഞ്ഞ പുള്ളിക്കാരൻ ആകെപ്പാടെ നാണക്കേട് വന്ന് പുള്ളിക്ക് അങ്ങ് ആകെ ടെൻഷനും പ്രയാസവും എല്ലാം. ഇതെല്ലാം ബോധമുള്ളവർ കാണുകയല്ലേ. ബോധമുള്ളവർ കാണുമ്പോൾ ഇത് സംഭവം കണ്ട ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഈ രോഗശാന്തിയിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടില്ലേ, പല സ്ഥലങ്ങളിൽ ഇത് അഭിനയിപ്പിക്കുക. വന്ന് കിടക്കുന്നു, എഴുന്നേറ്റ് ഓടുന്നു, ചാടുന്നു. ഇതിനൊക്കെ പീസ് മുന്നേ ഫിക്സ് ചെയ്തിട്ട് കൊണ്ടുവരുന്നതാണെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു തർക്കം പറയാനുണ്ടോ? ഇതെന്തിനാണ് ഇതെടുത്ത് ഇങ്ങനെ വിടുന്നത്? അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യൻ്റെ വിശ്വാസം പോവുകയാണ്. ഇവനെല്ലാം കപട ശുശ്രൂഷകനാണ്. ഈ കപട ശുശ്രൂഷകനോട് അകന്നാൽ ദൈവത്തോട് ഈ വൃത്തികേട് കാണിക്കുന്നവൻ വിശ്വാസിയോട് എന്ത് കാണിക്കല്ലേ? പിണങ്ങിപ്പോകുന്നവരോട് അതിൽ കൂടുതൽ കാണിക്കല്ലേ? ഇവിടെ പറയുന്നത് യേശുവിന് ഭയഭക്തി നിമിത്തം അവന് ഉത്തരം ലഭിച്ചു. അപ്പോൾ യാക്കോബ് 3:8 ഒന്നുകൂടെ വായിച്ചേ. നാവിനെയോ മനുഷ്യർക്കാർക്കും മെരുക്കാവതല്ല, അല്ല അതടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. ഇത് നാവിനെ കുറിച്ച് പറയുമ്പം ഇരമ്യാവ് 17:9 ഹൃദയത്തെക്കുറിച്ച് പറയുന്നത് എന്നാന്ന് നോക്കിയേ. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവുമുള്ളത്, അത് ആരാഞ്ഞറിയുന്നവൻ ആർ? അതായത് കാപട്യവും ദുഷ്ടതയുള്ള ഹൃദയവും അടങ്ങാത്ത ദോഷം ചെയ്യുന്ന മാരക വിഷം നിറഞ്ഞ നാവുമുള്ള ഒരു വ്യക്തി തങ്ങൾക്കെതിരെ തിരിയുന്ന ഒരു വിശ്വാസിയോ ആരാകട്ടെ അവനെ പറ്റുന്ന പണി ചെയ്യും. അത് ഉറപ്പാണെന്നാണ് ഞാൻ പറഞ്ഞത്. അവരെ പിണയ്ക്കാൻ അവരില്ലായ്മ ചെയ്യും, ചെയ്യാൻ ശ്രമിക്കും. അവർക്ക് അതിനുള്ള അനുയായികളും ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ മുന്നേ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞത് കീരിയും ചെങ്കീരിയും ഒക്കെയാണെന്ന് പറഞ്ഞത്. ചെങ്കീരികളും ചെങ്കീരിയും അനുയായികളും അങ്ങനെയായി മാറും. നമ്മൾ ഈ 91 സങ്കീർത്തനത്തിനകത്ത് പറയുന്ന സംരക്ഷണം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ട്രാക്കിനകത്തായിരിക്കണം. ട്രാക്കിന് പുറത്താണെങ്കിൽ പണി കിട്ടും. കാരണം നമ്മൾ വിട്ടിട്ട് പോകുന്ന മതവും ഇല്ല, ഇപ്പം വന്ന് കയറിയ ഇവിടുത്തെ സംരക്ഷണവും ഇല്ല, അവസാനം അങ്ങോട്ടും പോകാൻ മേല, ഇവിടെ ഒരാശ്രയമില്ല, ഇവിടുന്ന് വല്ലയിടത്തോട്ടും ചെന്നാൽ അവിടെയും സംരക്ഷണമില്ല. അവസാനം എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ചത്താലൊന്ന് കുഴിച്ചിടണ്ടേ,
ഒരു കല്യാണം വന്നാൽ അടക്കണ്ടേ, എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണെന്നേലും പറഞ്ഞിട്ട് ഒരു ഇതുമില്ലാതെ ചൂടും തണുപ്പും ഇല്ലാതെ ഒരു മൂലയിൽ ഇരിക്കേണ്ടി വരും. അന്നേരം ദൈവം പറയുന്നു, ചൂടും തണുപ്പും ഇല്ലാത്ത നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ അടുക്കുമ്പം വളരെ ശ്രദ്ധിക്കണം. ഒത്തിരി ഒട്ടാൻ പോകരുത്. ഒത്തിരി ഒട്ടാൻ പോയാൽ പിണങ്ങേണ്ടി വരും, പിണങ്ങിയ പണിയും കിട്ടും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും ഒക്കെ വേണം ഓരോ കാര്യത്തിലും ഇറങ്ങി പുറപ്പെടാൻ, അങ്ങോട്ട് സഹകരിക്കാൻ എന്നൊക്കെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ, പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ, പെട്ടുപോയ ജനത്തിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കുടുങ്ങിക്കിടക്കുന്ന ജനത്തിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ആത്മീയ വെട്ടും കുത്തും കിട്ടിയവരെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു വിടുതലും സൗഖ്യവും ദൈവം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യ സ്നേഹത്തിൽപ്പെട്ട് കുടുങ്ങിപ്പോയ പ്രിയപ്പെട്ടവരെ ദൈവമേ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് അങ്ങ് തന്നെ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരാൽ തിരസ്കരിക്കപ്പെട്ട് ഭവനങ്ങളിൽ ഒതുങ്ങിപ്പോയ, നാടിനും വീടിനും അവരായിരുന്ന മതക്കാർക്കും വേണ്ടാത്ത അവസ്ഥയിലായിപ്പോയ ആളുകളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയാ നടത്തണമേ. യോഗ്യമായി അവരെയൊക്കെ അങ്ങ് ഓർക്കണമേ. അവർക്കൊക്കെ ഒരു വഴിയും കൂടെ ദൈവം തുറന്നു കൊടുക്കണമേ. അവരെല്ലാം സ്വസ്ഥതയിലും സമാധാനത്തിലും ആകുവാൻ ദൈവം സഹായിക്കണമേ. കൃപയാൽ അവരെ കാണണമേ, ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.